അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ളുഹാ നിസ്കാരത്തെക്കുറിച്ചാണ്. നമ്മളിൽ എല്ലാവരും സുന്നത്തും ഫറളും ഒക്കെ നിസ്കരിക്കുന്നവരാണ്. സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളാണ്. ഫർള് നിസ്കാരങ്ങളിൽ ശ്രേഷ്ഠമായത് സുബ്ഹി നിസ്കാരവുമാണ്. റവാത്തിബ് കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമുള്ള നിസ്കാരമാണ് ളുഹ. അല്ലാഹു തആല നമ്മളെയൊക്കെ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. ളുഹ നിസ്കരിക്കുന്ന ഒരുപാട് പേർ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. മലക്കുകൾക്ക് ഏറ്റവും കൂടുതൽ തസ്ബീഹ് ചൊല്ലുന്നത് ളുഹായുടെ സമയത്തും അതേപോലെ തന്നെ മഗ്‌രിബിൻ്റെ സമയത്തുമാണ്. ഈ നിസ്കാരം അല്ലാഹുവിനോടുള്ള നന്ദിയുടെയും അടുപ്പത്തിൻ്റെയും ഒരു മാർഗമാണ്. ഈ നിസ്കാരത്തിൽ നിർബന്ധമായി നാം ഓതേണ്ട പ്രത്യേക സൂറത്താണ്. ആദ്യത്തെ റക്അത്തിൽ പ്രത്യേകമായി ഓതേണ്ടത് സൂറത്തുൽ ശംസ്, കാഫിറൂൻ. ഫാത്തിഹയ്ക്ക് ശേഷം ശംസ്, കാഫിറൂൻ ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വള്ളുഹ, ഇഖ്ലാസ് ഓതുക. ഇത് ഓതൽ സുന്നത്താണ്. അറിയാത്തവർ അറിയുന്ന ഏതെങ്കിലും സൂറത്ത് ഓതിയാലും മതി. സൂറത്തും അറിയാത്തവർ ഫാത്തിഹ മാത്രം ഓതിയാലും മതി. ചുരുങ്ങിയത് 2 റക്അത്താണ്. ഇനി ളുഹാ നിസ്കാരത്തിന് ശേഷം 17 വട്ടം ഓതേണ്ട ഒരു ആയത്തിനെ കുറിച്ച് പറഞ്ഞു തരാം. റബ്ബി ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഈ ആയത്ത് 17 വട്ടം ഓതിയാൽ നമ്മുടെ എന്ത് മുറാദും ഹാസിലാകും. മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നടക്കും. ഇങ്ങനെ ചെയ്താൽ അല്ലാഹുവിനോടുള്ള ബന്ധം ശക്തമാകുകയും ദിവസത്തിൻ്റെ തുടക്കം തന്നെ ആരാധനയിലൂടെ മനോഹരമാകുകയും മനസ്സിന് സമാധാനവും അല്ലാഹുവിനോടുള്ള വിശ്വാസവും കൂടും. അല്ലാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചു കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മവും നമ്മുടെ ആഖിറത്തിലുള്ള വലിയ സമ്പന്നമായിത്തീരും. പ്രിയ സഹോദരങ്ങളെ, ആരാധനകൾ ചെയ്യുമ്പോൾ അല്ലാഹുവിൻ്റെ തൃപ്തി മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാഹുവിനെ സ്നേഹിച്ചും അവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുമാണ് ആരാധനകൾ ചെയ്യേണ്ടത്. ഇന്ന് മുതൽ കഴിയുന്ന ദിവസങ്ങളിൽ ളുഹാ നിസ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. 2 റക്അത്ത് കൊണ്ട് തന്നെ ആരംഭിക്കാം. സ്ഥിരതയോടു കൂടി ചെയ്യുന്ന സൽക്കർമ്മങ്ങളെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. എല്ലാവരും കഴിയുന്നതും ജീവിതത്തിൽ ഇത് പതിവാക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.